Hi friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് മാമ്പഴം സാമ്പാർ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മാമ്പഴം സാമ്പാർ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ മാങ്ങ എടുക്കണേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ, ചെറിയ ചെറിയ മാങ്ങകൾ, അതായത് ചന്ദ്രക്കാരൻ മാങ്ങ, അതുപോലെയുള്ള മാങ്ങകളൊക്കെ ആയിരിക്കും കുറച്ചും കൂടിയും ഈ ഒരു മാമ്പഴം സാമ്പാറിന് ടേസ്റ്റ് കൊടുക്കുക. പക്ഷേ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെയുള്ള മാങ്ങ എടുത്താലും കുഴപ്പമില്ല. ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനെടുത്ത മാങ്ങ ഒരു 1/2 കിലോളം അളവിലുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് കഴുകിയെടുത്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു സാമ്പാർ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു വിസിൽ വരണ വരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. പിന്നെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കണ പരിപ്പിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരണ വരെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കിത് കുക്കായിട്ട് വന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ പരിപ്പൊക്കെ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ മുഴുവനോട് കൂടിയ മല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനോട് കൂടിയ മല്ലി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ ഒരു 5 വറ്റൽമുളക്, സാധാരണ ഉണക്കമുളക്, പിന്നെ ഒരു 2 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ വറ്റൽമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ്, അതായത് ചനാദാൽ, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 6-7 ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ നാളികേരം ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ചെരുകിയതിൻ്റെ ഒന്നും അളവ് ഒരുപാട് കൂടിപ്പോണ്ട ആവശ്യമില്ല കേട്ടോ, ഒരുപാട് കട്ടിയായിട്ട് വരും സാമ്പാർ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ മുഴുവനോട് കൂടിയ മല്ലി അല്ലെങ്കിൽ മുഴുവനോട് കൂടിയ മുളകൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തില്ലേ, അതിന് പകരം മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി മുളക് പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കണ്ട കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ അളവും കൂടി പോയിരുന്ന് സാമ്പാറിന് കയ്പ്പരസം വരും. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെ വരണേണ്ട. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാട്ടോ. ഞാനിതിപ്പോൾ ട്രഡീഷണൽ രീതിയിൽ വറുത്തരച്ച് സാമ്പാറായിട്ടാണ് തയ്യാറാക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സാമ്പാർ പൊടി ചേർത്തിട്ടും തയ്യാറാക്കട്ടെ. സാമ്പാർ പൊടിയൊക്കെ തയ്യാറാക്കണ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ, പക്ഷെ കരിഞ്ഞു പോരുത്. നമ്മളിത് എപ്പോഴും റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത്. നിങ്ങൾക്ക് കട്ടി കായം വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർക്കുക. അതാണെന്നുണ്ടെങ്കിൽ ആദ്യം കായം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ബാക്കിയും കൂടിയും ഫ്രൈ ചെയ്തെടുക്കുക, അങ്ങനെ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നോട്ടെ. മാമ്പഴം സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഞാനിപ്പോൾ മാമ്പഴം മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ, വേറെ കഷ്ണങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ കഷ്ണങ്ങളുടെ കൂടെ മാങ്ങ ചേർത്തിട്ട് അങ്ങനെ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഇതിനു മുമ്പ് തന്നെ ഞാൻ പല ടൈപ്പിലുള്ള സാമ്പാറിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. വറുത്തരച്ച നാടൻ സാമ്പാർ, വറുത്തരച്ച ഉള്ളി സാമ്പാർ, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പ്രഷർ കുക്കർ സാമ്പാർ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന ടിഫിൻ സാമ്പാർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നോക്കിയാൽ മതി. ഇപ്പൊ കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പരിപ്പ് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, പരിപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമ്മൾ മാങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് വേവിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുക്കായിട്ട് വന്നോളൂ.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് ഒരുപാട് അങ്ങോട്ട് കുക്കിംഗ് ടൈം ഒന്നുമില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കാവണ മാങ്ങയാണ്. ഒരുപാട് എന്താ പറയുക, പഴുത്ത് ഉടഞ്ഞ ഒരു രീതിയിലുള്ള മാങ്ങ ഇതിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോരുത്, പക്ഷെ മാങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അത്യാവശ്യം മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അരച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും കുറച്ച് ടേസ്റ്റി ആയിട്ട് വരാം. കാരണം എന്താ പറയുക, നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് മധുരമാണല്ലോ. അപ്പം മധുരവും എരിവും പിന്നെ ചെറിയൊരു പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സാമ്പാർ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പുളിയുടെ കഷ്ണം, അതായത് കോൽപ്പുളി, വാളംപുളി അല്ലെങ്കിൽ സാമ്പാർ പുളി എന്നൊക്കെ പറയണ പുളി ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് പിഴിഞ്ഞെടുത്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ പുളിക്കനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഒരുപാട് പുളിയായി കഴിഞ്ഞാലും സാമ്പാറൊന്നും കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണമെന്നില്ല, കാരണം മാങ്ങ വെന്ത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വറുത്തെടുത്ത ആ നാളികേരത്തിൻ്റെ ഒരു മിക്സ് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിതൊരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രഷർ കുക്കറിലായിരുന്നപ്പോൾ കറക്റ്റായിട്ട് കാണാനും ക്യാമറയിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി അരച്ചെടുത്ത ആ ഒരു മിക്സ് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ മാങ്ങയുടെ കുക്കിംഗ് ടൈമിനനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ പെട്ടെന്ന് കുക്കാവണ മാങ്ങയായ കാരണമാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് വേവുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ചന്ദ്രകാരൻ മാങ്ങയൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് എന്താ പറയുക, കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിളച്ച് കുറുകിയൊക്കെ വരുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് തന്നെ ഇരിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് അളവിലുള്ളൊരു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അളവിൽ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു മധുരമുള്ളൊരു കറി തന്നെയാണ്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമുക്കിപ്പോൾ അങ്ങനെ മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയൊക്കെ ഒന്ന് ഒരുക്കി വന്നോളും. ഇപ്പം നിങ്ങൾ എടുക്കണ ശർക്കരയിൽ ഇപ്പോൾ കല്ലോ മണ്ണോ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉരുക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആ വെള്ളം അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പക്ഷേ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കും ഈ മാമ്പഴം സാമ്പാർ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാട്ടോ. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട, കാരണം വറുത്തരച്ച് സാമ്പാറായ കാരണം തണുത്ത് വരുമ്പോൾ നന്നായിട്ട് അല്ലെങ്കിൽ കട്ടിയായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളിയും കുറച്ച് മധുരവും കൂടിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന ശർക്കരയുടെയും അതുപോലെ പുളിയുടെയൊക്കെ അളവ് നമ്മൾ എടുക്കണ മാങ്ങയ്ക്ക് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ വ്യത്യാസം വരുത്താം. ഈ ഒരു സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ മധുരമുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും കേട്ടോ. അപ്പോൾ മധുരം തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സാമ്പാർ നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് എരിവോട് കൂടി തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ മധുരവും എരിവും എല്ലാം കൂടി കൂടുതൽ നന്നായിട്ട് തന്നെ വരും കേട്ടോ. ആ ഒരു മാങ്ങയുടെ ഒരു ചെറിയൊരു മധുരവും അതുപോലെ വറുത്തരച്ച് സാമ്പാറിൻ്റെ ഒരു നാടൻ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. പിന്നെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു തനി നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ വേറെ ഓയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം അളവിൽ, അതായത് 1/4 ടീസ്പൂൺ വേണ്ട, അതിനേക്കാളും കുറച്ചും കൂടി കുറവ് മതി കേട്ടോ. ഒരു 2 നുള്ള് തന്നെ മതി. ഒരു 7-8 ഉലുവ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവി നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ സാധാരണ വറുത്തരച്ച സാമ്പാറിലൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. അതിനുശേഷം ഈ കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 വറ്റൽമുളക്, അതായത് ഉണക്കമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കായം ചേർത്തിരുന്നു നമ്മൾ നേരത്തെ നാളികേരമൊക്കെ അരച്ചെടുത്തതിൽ. പക്ഷെ എന്നാലും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്കും കൂടി ചേർത്ത് കൊടുത്തു എന്ന് മാത്രം ഉണ്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ആ സാമ്പാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള മാമ്പഴം സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാധാരണ അങ്ങനെ തയ്യാറാക്കുന്ന ഒരു സാമ്പാറല്ലല്ലോ മാമ്പഴം സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഓണത്തിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സാമ്പാറിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോൾ വ്യത്യസ്തം എന്ന് പറയുന്നത് ഇപ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഇപ്പോൾ വറുത്തരച്ച് സാമ്പാർ തയ്യാറാക്കണ ആ സെയിം രീതിയിൽ തന്നെയാണ് ഇതിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലൂസായിട്ടിരിക്കുന്നത് നോക്കണ്ട, തണുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. മാങ്ങ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇരിക്കണം. അപ്പോഴായിരിക്കും അത് നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാമ്പഴം ചേർത്തിട്ട് സാമ്പാർ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഓണത്തിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റിയ വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പാർ തന്നെയാണ് ഇട്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. ഇത് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ. അതുപോലെ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരുപാട് സദ്യ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണം സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിംഷസ് കിച്ചണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.